ഈ സാലഡ്സ് എന്ന് പറയുന്നത് പണ്ട് എപ്പോഴും ഒരു ബോറിങ് കാറ്റഗറിയിൽ വരുന്നതായിരുന്നു. പക്ഷേ അന്ന് ഈ സാലഡ് ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ട് അത്ര അറിവില്ല. ആകെ കൂടി കുറച്ച് ലെമൺ ജ്യൂസാണ് യൂസ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങൾ കുറച്ച് വെറൈറ്റി സാലഡ് ഡ്രസ്സിങ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൽ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണ് ഇപ്പോൾ ഞങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചിക്കൻ മാരിനേഷനെ കുറിച്ചിട്ട് പറയാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ, ഗാർലിക് പൗഡർ, ഒണിയൻ പൗഡർ, ചില്ലി പൗഡർ, പെപ്പർ, തൈം, കുറച്ച് സോൾട്ട് ഇതെല്ലാം വെച്ചിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുക. പിന്നെ നമ്മൾ വെജിറ്റബിൾസിന് വേണ്ടി എടുക്കുന്നത് പറയുന്നത് ഇവിടെ നമ്മുടെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിൾസും നമ്മൾ എടുത്തിട്ടുണ്ട്. ചെറി ടൊമാറ്റോസ്, പിന്നെ കുറച്ച് ലെറ്റ്യൂസ് എടുത്തിട്ടുണ്ട്. യൂഷ്വലി ഇവിടെ കുറച്ച് സാലഡ് ലീവ്സ് കിട്ടും, നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ അത് എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് ക്യൂക്കുംബേഴ്സ്, പിന്നെ ഒണിയൻ എടുക്കാം, ക്യാരറ്റ് യൂസ് ചെയ്യാം, ബേബി കോൺസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സാധാ കോൺസ് യൂസ് ചെയ്യാം. അങ്ങനെ കയ്യിൽ കിട്ടുന്ന എല്ലാ വെജിറ്റബിൾസും ഇടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് സോൾട്ടും കൂടി ഇട്ടിട്ട് നല്ലോണം ടോസ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ സാലഡ് ഡ്രസ്സിങ്, അതിന് കുറച്ച് യോഗേർട്ട്, പിന്നെ ചില്ലി സോസ്, പിന്നെ പെപ്പർ, പിന്നെ നമ്മൾ കുറച്ച് മയോണൈസ് യൂസ് ചെയ്തിട്ടുണ്ട്, ചില്ലി പൗഡറും ഗാർലിക് പൗഡറും, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ഒലിവ് ഓയിൽ ആൻഡ് ഹണി മസ്റ്റർഡ്. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ പിന്നെ ഈ സാലഡ് ഡ്രസ്സിങ് എടുത്തിട്ട് നമ്മുടെ വെജിറ്റബിൾ ബൗളിലേക്ക് അല്ലെങ്കിൽ ചിക്കനും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ സാലഡ് റെഡി. ഹൗ ഇസ് ഇറ്റ്? ഗുഡ്? ഗുഡ്?